പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് ഇൻഷാ അല്ലാഹ് എല്ലാ പാവങ്ങളും അള്ളാഹു പുറത്തു തരുന്ന ഒരു സൂറത്ത് പറഞ്ഞു തരാം. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? മനസമാധാനം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ കൈവക്കിക്ക്. മനസമാധാനം അതില്ലെങ്കിൽ പോയി. എല്ലാം ഉണ്ട്, അതില്ലെങ്കിൽ ജീവിതം തന്നെ നാശവാ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് 2 സൂറത്ത് ഓതിയാൽ മതി. ഓതുവോ? വേണമെങ്കിൽ ഓതിയാൽ മതി. സമാധാനം വേണമെങ്കിൽ ഓത്. ഞാൻ പറയണതൊന്ന് ടെസ്റ്റ് ചെയ്യാനെങ്കിലും. എൻ്റെ പ്രിയമുള്ളവരെ, സുബഹി നമസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം. 1-ാമത്തെ റക്അത്തിൽ അലം നശ്റഹ്, 2-ാമത്തെ റക്അത്തിൽ അലം തറ ഓതിക്കോ. ഉറങ്ങുന്നത് വരെ നിനക്ക് സമാധാനം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഓതാൻ ഭാഗ്യം എനിക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാനൊരു സൂറത്ത് പറഞ്ഞു തരാം. ഈ സൂറത്ത് എപ്പോഴും ചുമ്മാതെ അല്ല, മനസ്സറിഞ്ഞിട്ട് തൗബ ചെയ്യുന്ന മനസ്സോടെ ഇനി ഒരിക്കലും അല്ലാഹ് ഞാൻ ചെയ്യില്ല, ചെയ്തു പോയത് മുഴുവനും നീ പുറത്തു തരണേ എന്ന നിയ്യത്തോടെ വല്ലാത്ത ഇഖ്ലാസോടുകൂടി ഈ സൂറത്ത് ഒരു പ്രാവശ്യം ഓതിയാൽ മതി. നിന്റെ പാപം മുഴുവനും അള്ളാഹു പുറത്തു തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? 4 വരിയേ ഉള്ളൂ. ഓതിക്കൂടെ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓതിക്കോ? 50 കൊല്ലത്തെ പാപ 5 ദിവസത്തെ അല്ല. ഓത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹു ഓതാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്ത് എല്ലാവർക്കും അറിയില്ലേ? അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. വേണമെങ്കിൽ ഓദിക്കോ. നാളെ സ്വർഗത്തിൽ വെച്ച് കാണാം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരുടെയെങ്കിലും മനസ്സിന് വേദന ഉണ്ടാക്കണം, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ പൊരുത്തപ്പെട്ടു തരിക. എല്ലാവരും ഒത്തൊരുമയോടുകൂടി, സ്നേഹത്തോടുകൂടി, ഐക്യത്തോടുകൂടി, ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ തമ്മിലടിച്ച് നടക്കാതെ നമ്മളെ തല്ലാൻ ഒരുപാട് പേര് നടക്കുന്നുണ്ട്. അപ്പം ഈ സാഹചര്യത്തിൽ നമുക്ക് വേണ്ടത് സംഘടനകളല്ല, അല്ലെങ്കിൽ വേറെ വേറെ കാര്യങ്ങളല്ല. എല്ലാവരും മുസ്ലിമീങ്ങളാ, ഒരു ഉമ്മ പെറ്റ മക്കളാ. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ എന്ന സ്നേഹ സൗഹാർദ്ദത്തോടുകൂടി പരസ്പരം ജീവിക്കുക, അവനവൻ്റെ കാര്യങ്ങൾ നോക്കുക, അള്ളാഹുവിൻ്റെ മുന്നിൽ രക്ഷപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു റഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ഉസ്താദന്മാരുണ്ട്. നമ്മുടെ കാക്കാണ് സലീം ഉസ്താദ്. എൻ്റെ വാപ്പാടെ ജ്യേഷ്ഠൻ്റെ മകനാ. അള്ളാഹുവെ മരണപ്പെട്ടു പോയ ഉപ്പാന്റെ മണ്ണറ നീ മണിയറയാക്കി കൊടുക്കണ പടച്ചവനെ, ഖബർ വിശാലമാക്കി കൊടുക്കണ പടച്ചവനെ. അള്ളാഹു ആഫിയത്തും ദീർഘായുസും ഉസ്താദ് അവർക്ക് നീ കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. കാരണം എനിക്ക് വലിയ സന്തോഷം സലീം ഉസ്താദ് വരുമ്പോൾ. കാരണം ഞാൻ വഅദ് പറയുന്നത് എൻ്റെ വാപ്പ കേട്ടിട്ടില്ല. ആകെ വാപ്പ കേട്ടത് കബറി കിടന്ന്. എൻ്റെ വാപ്പ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. എനിക്കറിയാം, ഉസ്താനൊക്കെ അറിയാം, ഞങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട ഞങ്ങളുടെ അത്ത വളർത്തിയത്. ആ റാമക്കൾ എല്ലാത്തിനെയും വളരെ കഷ്ടപ്പെട്ട വളർത്തിയത്. വലിയ ആഗ്രഹമായിരുന്നു ഞാൻ ഒരിക്കലെങ്കിലും വയത് പറയുന്നത് വാപ്പ കേൾക്കണം. പക്ഷേ യോഗം ഉണ്ടായില്ല മനുഷ്യൻ. ഞാൻ പഠിച്ചിറങ്ങി 3 ദിവസം കഴിഞ്ഞപ്പോൾ വാപ്പ മരണപ്പെട്ടു പോയി. ഇടത്ത് വാപ്പയുടെ കബറിൻ്റെ അടുത്ത് എത്ര പള്ളി വെച്ച് വയലുണ്ടായിരുന്നു. വലിയ സന്തോഷമായിരുന്നു വയത് പറയാൻ. കാരണം എൻ്റെ വാപ്പ കബറി കിടന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അന്ന് വയത്. ഉസ്താദൊക്കെ വന്നിരിക്കുമ്പോൾ അണ്ണനെന്നൊക്കെ കാക്ക എന്നതിനുപരി ഒരുപാട് സ്ഥാനം തന്നെ ഉസ്താദിനൊക്കെ. ഒരു സന്തോഷമാണ്. അള്ളാഹു ആ ബന്ധം മരിക്കോളം നിലനിർത്തി തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പദവികൾക്കിടയിൽ 1000 വർഷത്തെ വഴിദൂരമുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ ഓരോ പദവികളെ കുറിച്ചും അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവസാനമായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വർഗത്തിലെ 100ാമത്തെ പദവി, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലെ 100ാമത്തെ പദവി ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗമാണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, അള്ളാഹുവിന്റെ പ്രവാചകനോട് സഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, സ്വർഗത്തിലെ 100ാമത്തെ പദവിയായ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗം ആർക്കുള്ളതാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തന്റെ സ്വഹാബത്ത് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാ, അത് അമ്പിയാക്കന്മാർക്കും ശുഹദാക്കൾക്കുമുള്ളതാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന സഹാബ,
എല്ലാവരും നാളെ പടച്ചവന്റെ പരലോകത്ത് ഒരുമിച്ച് കൂടുമ്പോ, നാളെ എല്ലാവരും അല്ലാഹുവിന്റെ കോടതിയിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോ പടച്ചവനെ ഒരു കൊട്ടാരം കാണിച്ചു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിൽ ഒരു കൊട്ടാരം കാണിച്ചു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുന്നു, സഹാബാ, ഈ കൊട്ടാരം ആർക്കുള്ളതാണെന്നറിയുമോ സഹാബാ? കാണാൻ വല്ലാത്ത ഭംഗിയുള്ള പടച്ചവനെ ഒരു മനോഹരമായ കൊട്ടാരം അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് കാണിച്ചിട്ട് ചോദിക്കുകയാണ്, ഇത് ആർക്കുള്ളതാണെന്നറിയുമോ? സഹാബത്ത് പറയുന്നു, നബിയേ, അത് പ്രവാചകന്മാർക്കുള്ളതാ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് പ്രവാചകന്മാർക്കുള്ളതല്ല, എങ്കിൽ ശുഹദാക്കൾക്കുള്ളതായിരിക്കും നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ശുഹദാക്കളും അല്ലാഹുവേ അവർക്കുള്ളതല്ല. ആ കാണുന്ന കൊട്ടാരം ശുഹദാക്കളുടെയല്ല. പടച്ചവനെ, ശുഹദാക്കൾ പോലും അതിനകത്തേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ആ സ്വർഗത്തിലെ കൊട്ടാരത്തിലേക്ക് പടച്ചവന്റെ ദീനിന് വേണ്ടി പോരാടിയ ശുഹദാക്കളുണ്ടല്ലോ, ആ ശുഹദാക്കൾ പോലും ആ കൊട്ടാരത്തിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുകയാണ്. അത്ര മനോഹരമായ ഒരു കൊട്ടാരമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അതാർക്കുള്ളതാ നബിയേ? അതാർക്കുള്ളതാ നബിയേ? ശുഹദാക്കൾ പോലും ആഗ്രഹിക്കുന്ന പടച്ചവനെ ആ കൊട്ടാരം ആർക്കുള്ളതാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുമ്പോ, പ്രവാചകനോട് തന്റെ അനുചരന്മാര് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബാ, എന്റെ ഉമ്മത്തിലെ ഒരു വിഭാഗം ജനങ്ങൾക്കുള്ളതാ, എന്റെ അനുചരന്മാരിൽ ഒരു വിഭാഗം ജനങ്ങൾക്കുള്ളതാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞു തരുമ്പോ പാതിരാത്രിയിൽ പടച്ചവനെ മഴ പെയ്യുന്ന ഈ രാത്രിയിൽ സ്വർഗഭോഗാവരത്തിൽ ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് പടച്ചവനെ നമ്മൾ പറഞ്ഞു നിർത്തിയ സ്ഥലത്ത് നിന്ന് തുടങ്ങുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്ന സഹാബാ, അല്ലാഹുവിന്റെ ഹൃദയം, അല്ലാഹുവിന്റെ അർശ് ഹൃദയത്തിനകത്തുള്ള പടച്ചവന്റെ സിംഹാസനം ഹൃദയത്തിനകത്തുള്ള അടിമകൾക്കുള്ള 5 അടയാളങ്ങളിൽ ഒന്നാമത്തെ അടയാളമാണ് നമ്മൾ പഠിച്ചത്. രണ്ടാമത്തെ അടയാളം എന്തെന്നറിയുമോ? രണ്ടാമത്തെ അടയാളം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ അർശ് പടച്ചവന്റെ സിംഹാസനം ഹൃദയത്തിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന അടിമയുടെ രണ്ടാമത്തെ അടയാളം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബാ, വഹുബ്ബുൽ മൗതി, അവന് മരണത്തിന് വല്ലാത്ത ഇഷ്ടമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞു തരികയാ, അല്ലാഹുവിന്റെ അർശ് പടച്ചവന്റെ സിംഹാസനമുണ്ടല്ലോ, അല്ലാഹുവിന്റെ അർശ് ഹൃദയത്തിനകത്ത് ചുമന്നുകൊണ്ട് നടക്കുന്ന അടിമയുണ്ടല്ലോ, ആ അടിമയുടെ രണ്ടാമത്തെ അടയാളം എന്തെന്നറിയുവോ? പടച്ചവനെ, അവന് മരണത്തിന് വല്ലാത്ത സ്നേഹമാ, അവന് മരിക്കാൻ പേടിയില്ല, അവന് മരിക്കാൻ പേടിയില്ല. എപ്പോഴും മരണത്തിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുന്നവനാ, എപ്പോഴും മരണത്തിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുന്നവനാണെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയമുള്ളവരെ, മരണത്തിന് വല്ലാത്ത ഇഷ്ടമുള്ള എത്ര ചെറുപ്പക്കാരിപ്പുണ്ട്. അല്ലാഹുവേ, മുടിയെല്ലാം നരച്ചു പോയി, മരണത്തിന്റെ അടയാളങ്ങൾ മുഴുവനും വന്നു കഴിഞ്ഞ ഉപ്പയ്ക്ക് പോലും മരിക്കാൻ പേടിയാണ്. എല്ലാവർക്കും അറിയാം, ഒരു ദിവസം ഞാനും നിങ്ങളും മരിക്കും. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഒരു ദിവസം പോകേണ്ടവരാണെന്ന് നമുക്കറിയാം. എന്റെ പ്രിയമുള്ളവരെ, തയ്യാറെടുത്തോ, മരണത്തിന് വേണ്ടി തയ്യാറെടുത്തോ. അല്ലാഹുവിന്റെ അർശ് ഹൃദയത്തിനകത്തുള്ള അടിമയുടെ രണ്ടാമത്തെ അടയാളം, ആ അടിമയ്ക്ക് മരണത്തിന് സ്നേഹമാണ്. ആ മനുഷ്യന് മരണത്തിന് വേണ്ടി തയ്യാറെടുക്കും, അവൻ മരണത്തിനെ ഇഷ്ടപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മരിക്കാൻ പേടിയില്ലാത്ത മനുഷ്യർ അല്ലാഹു ആ ഒരു ഈമാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ആ ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ആ ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും പെട്ടെന്ന് എഴുന്നേറ്റ് ബിസ്മില്ലാ. എല്ലാവരും വഴുതേക്കാൻ വന്നതല്ലേ?
വഴുത് കേൾക്കാമെന്ന് എനിക്ക് ആ പുറകിരിക്കണവരൊന്നും കാണുന്നില്ല മനുഷ്യന്മാരെ. ഇവിടെ ഒരുപാട് കസേര മലക്കുകളിരിക്കുന്നു. മലക്ക് വേണ്ട, നിങ്ങൾ വാ. മലക്കിരിക്കണ്ട, നിങ്ങൾ മലക്ക് പുറകില്, മനുഷ്യന്മാര് മുന്നിലിരിക്ക്. ബിസ്മില്ലാ, കേറിക്കോ. ബിസ്മില്ലാ റഹ്മാൻ വാ, അങ്ങോട്ട് കേറിക്കോ. ഞാൻ വേറെ പിരിവോ ഒന്നുമില്ല, സംഘടനകളൊന്നുമില്ല. ഞാൻ ഇൽമു പറയും പോയേക്കും. പെട്ടെന്ന് നിങ്ങൾ നിർത്തണമെന്ന് ആഗ്രഹിക്കണം മുമ്പിൽ ഞാൻ പൊക്കളയും. പെട്ടെന്ന് വാ, ഇൻഷാ അല്ലാഹ് കേറിയിരിക്ക്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. സ്വർഗത്തിന്റെ മുൻ സീറ്റിലിരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് കേറിയിരിക്ക്. ഇൻഷാ അല്ലാഹ് ഇരിക്ക്. തനിയ എൻ്റെ മൈക്ക് സെറ്റാരും പോയോടെ? വെള്ളം കുടിക്കാൻ പോയതാ? വരും ഇൻഷാ. മഴ പെയ്യുന്നുണ്ട്, പക്ഷെ നല്ല ചൂട് കൊണ്ടില്ലേ? ഇവിടെ ഇത്ര ചൂടാണെങ്കിൽ നരകത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? അള്ളാഹു കാക്കുമാറാകട്ടെ. ഇതിപ്പോ ഫ്രണ്ടിലോട്ട് ഇരിക്കാൻ പറയുമ്പോ എന്ത് എന്നെ കാണാനുള്ള അലർജി കൊണ്ടാ പുറകിൽ പോയിരിക്കണേ? എല്ലാരും ഇങ്ങനെ പുറകിലാ. ചൂടൊക്കെ ആയതുകൊണ്ടായിരിക്കും. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മരണത്തിന് വേണ്ടി തയ്യാറെടുത്തു. എപ്പോ വേണമെങ്കിലും വരാം. ഒരു അസുഖമോ ഒരു തലവേദന പോലും വേണ്ട. പടച്ചവനക്ക് ഓർമ്മ വരും. നമ്മുടെ നാട്ടില് എൻ്റെ വൈഫിന്റെ വീടിനടുത്ത് രാവിലെ സുബൈ കഴിഞ്ഞിട്ട് കടന്നതാ. മദ്രസയ്ക്ക് പോകാൻ വേണ്ടി മോളെ വിളിക്കുമ്പോ, 8 വയസ്സുള്ള മോളെ വിളിക്കുമ്പോ എഴുന്നേക്കണില്ല. സൈലന്റ് അറ്റാക്ക് കഴിഞ്ഞുപോയി. വാപ്പയുടെ കൂടെ രാവിലെ എഴുന്നേറ്റ് സുബഹി നിസ്കരിച്ചപ്പോ എഴുന്നേറ്റ മകളാ. ഉപ്പാനോട് പറഞ്ഞ് എനിക്ക് കൂടെ കിടക്കണം ഉപ്പാ, എനിക്ക് ഉപ്പാന്റെ കൂടെ കിടക്കണം. പ്രസവന് ഉമ്മയില്ലാത്ത മോളാ. കഴിഞ്ഞ റമദാനിൽ ആ പ്രിയപ്പെട്ട പൊന്നുമോളുടെ ഉമ്മ അറ്റാക്ക് വന്നിട്ട് മരണപ്പെട്ടു പോയി. അള്ളാഹു ഖബറും വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ഉമ്മയോട് പറഞ്ഞു, വാപ്പയോട് പറഞ്ഞു, എനിക്ക് രാവിലെ എഴുന്നേറ്റപ്പോ പതിവില്ലാതെ എഴുന്നേറ്റിട്ട് പറഞ്ഞു, വാപ്പ എനിക്ക് നിങ്ങളോട് നിസ്കരിക്കണം. 8 വയസ്സുള്ള പൊന്നുമോള് വാപ്പയുടെ കൂടെ നിന്ന് നിസ്കരിച്ചു. വാപ്പ നിങ്ങളുടെ മടിയിൽ കിടക്കണം. കിടന്നോ മോളെ, മടിയിൽ കിടത്തി. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മദ്രസയിൽ പോകാൻ വേണ്ടി വാപ്പ ഒരു 7 മണിക്ക് വിളിച്ചപ്പോൾ അനങ്ങണില്ല. പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു, പോയിട്ട് കുറച്ചേരം ആയെന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് മരണത്തെ കാത്തിരുന്നോ, എപ്പോൾ വേണമെങ്കിലും മരണം വരാം. ആ മരണത്തിന് വേണ്ടി തയ്യാറെടുക്ക്, കാത്തിരിക്ക്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന അബൂദാബിയിൽ ഹദീസ് കാണാം. മഹാനായ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ പോയത്രേ. ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി ഇറങ്ങിച്ചെന്നു. ആ ഇറങ്ങിച്ചെല്ലുന്ന സമയത്ത് ആ മനുഷ്യനോട് പറഞ്ഞു അത്രേ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, നിനക്ക് വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ സാധിച്ചതിന് ശേഷമേ റൂഹ് പിടിക്കാവൂ. വല്ല അഭിലാഷം ഉണ്ടെങ്കിൽ പറ, വല്ല ആഗ്രഹമുണ്ടെങ്കിൽ പറ. അല്ലാഹുവേ പടച്ചവനെ, ആ മനുഷ്യൻ പറഞ്ഞു അത്രേ, 40 കൊല്ലമായിട്ട് നീ എപ്പോഴാ വരുന്നതും പറഞ്ഞ് കാത്തിരിക്ക, ഇനിയും താമസിക്കാനോ? 40 കൊല്ലമായിട്ട് മരണത്തിന് വേണ്ടി ഞാൻ തയ്യാറെടുത്തിട്ടിരിക്കുകയാ, ഇനിയും താമസിക്കാൻ എനിക്ക് സമയമില്ല, പെട്ടെന്ന് വിടിച്ചോ? ഇല്ല മനുഷ്യ, അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ പറ, വല്ല ആഗ്രഹമുണ്ടെങ്കിൽ പറ. അവസാന മനുഷ്യൻ പറഞ്ഞു എത്ര, ഇസ്രായേലിൽ നിനക്കെത്ര നിർബന്ധമാണെങ്കിൽ ഞാനൊന്ന് 2 റക്അത്ത് നമസ്കരിക്കാം, 2ാമത്തെ റക്അത്തിന്റെ അത്തഹിയ്യാത്തി കിടക്കുമ്പോ പിടിച്ചോളാൻ. അള്ളാഹു ആ മനുഷ്യൻ അങ്ങനെ മരണപ്പെട്ടു എന്ന് നബി മുഹമ്മദ് മുസ്തഫ 40 വർഷമായിട്ട് മരണത്തിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്ക്. ഇത് 40 വർഷം പോയിട്ട് 60 പോകേണ്ട സമയം കഴിഞ്ഞു. തന്നെക്കാലം പ്രായം കുറഞ്ഞവരൊക്കെ പള്ളിക്കുഴിയിലേക്ക് പോകുന്നത് ഇങ്ങനെ കണ്ണുകൊണ്ട് കാണുന്നുണ്ട്. പക്ഷേ ജീവിതത്തിൽ മാറ്റമില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ, അല്ലാഹുവിന്റെ പ്രവാചകൻ മസ്ജിദ് നബവിക്കകത്തിരുന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ശുഹദാക്കളുടെ പ്രതിഫലം പറഞ്ഞു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടിയ ശുഹദാക്കളുണ്ടല്ലോ, ആ ശുഹദാക്കളുടെ പ്രതിഫലം അല്ലാഹുവിന്റെ റസൂൽ പള്ളിക്കകത്തിരുന്ന് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല വീടിനകത്തിരുന്നെല്ലാം കേൾക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന് പ്രസംഗം കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു വരുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ശുഹദാക്കളുടെ പ്രതിഫലം പറയുന്നത് ഞാൻ കേട്ടു നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, ഞങ്ങൾക്കൊന്നും അടർക്കളത്തിൽ പോയി യുദ്ധം ചെയ്തിട്ട് ഷഹീദാകാ കഴിയില്ലല്ലോ. ഷഹീദിന്റെ കൂലി കിട്ടുന്ന വല്ല കാര്യവുമുണ്ടോ? ഷഹീദിന്റെ പ്രതിഫലം കിട്ടുന്ന എന്തെങ്കിലും ഒരു നന്മയുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നു, ആയിഷ,
നാളെ പടച്ചവന്റെ കോടതിയില് ശുഹദാക്കളുടെ കൂടെ ഒരുമിച്ച് കൂടണമെന്ന് ആഗ്രഹമുണ്ടോ? നാളെ ഹംസ റളിയല്ലാഹു തആല മുതൽ തുടങ്ങിയിട്ട് പടച്ചവരെ ബദറിലും ഉഹദിലും ഹന്തക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലും പടച്ചവന്റെ ദീനിന് വേണ്ടി പോരാടിയ ശുഹദാക്കളുണ്ടല്ലോ, ബദരീങ്ങളുണ്ടല്ലോ, അവരുടെ കൂടെ നാളെ പടച്ചവന്റെ പരലോകത്ത് ഒരുമിച്ച് കൂടണമെന്ന് ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആയിഷ ഒരു ദിവസം 20 പ്രാവശ്യം, ഒരു ദിവസം 20 പ്രാവശ്യം അല്ലാഹുവേ ഞാൻ മരിക്കേണ്ടവളാണല്ലോ, ഞാൻ മരിച്ചു പോകുമല്ലോ അല്ലാ എന്നൊരു മനുഷ്യൻ 20 പ്രാവശ്യം ഒരു ദിവസത്തിൽ 24 മണിക്കൂറിൽ 20 പ്രാവശ്യം ഞാൻ മരിക്കുമല്ലോ, മരിക്കുമല്ലോ, ഞാൻ മരിക്കേണ്ടവളാണല്ലോ എന്നാരെങ്കിലും മരണത്തെക്കുറിച്ച് ഓർത്താൽ അവൻ നാളെ സുഹൃതാക്കളുടെ കൂടെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 20 പ്രാവശ്യം പടച്ചവനെ ഞാൻ മരിക്കേണ്ടവളാണല്ലോ, ഞാൻ മരിച്ചു പോകണമല്ലോ, പള്ളിക്കുടിയിലേക്ക് പോകണമല്ലോ, എന്നെ കൊണ്ടുപോകുമല്ലോ, എപ്പോഴാണെന്നറിയില്ലല്ലോ, എനിക്കൊന്ന് നന്നാകണമല്ലോ. എന്റെ പ്രിയമുള്ളവരെ 20 പ്രാവശ്യം മരണത്തെക്കുറിച്ച് ഓർക്കുന്നവനുണ്ടല്ലോ, മരണത്തെക്കുറിച്ചുള്ള അധികമായിട്ടുള്ള ചിന്തയുണ്ടെങ്കിലോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, പൊന്നുമോരേ ഏത് നന്നാകാത്തവനും നന്നാകും പൊന്നുമോര്, എത്ര വലിയ വൃത്തികെട്ടവനും നന്നാകും ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒരു ദിവസം എന്റെ പ്രിയമുള്ളവരെ 20 പ്രാവശ്യം ഒരു മനുഷ്യന് മരണത്തെക്കുറിച്ച് ഓർത്താൽ അല്ലാഹുവേ പടച്ചവനെ ഇബാദത്ത് ചെയ്യുവാനുള്ള ഉത്സാഹം തോന്നുകയാ, അവന് ഇബാദത്ത് ചെയ്യാനുള്ള ആഗ്രഹം തോന്നുകയാ. പടച്ചവനെ പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നോ, പിന്നെ അടുത്ത ബാങ്ക് വിളിച്ചെങ്ങനെയെങ്കിലും പള്ളിയിൽ പോകണമല്ലോ, ഇബാദത്ത് ചെയ്യാനുള്ള ആഗ്രഹമാണ്, ദിക്റുകൾ പറയാനുള്ള ആഗ്രഹമാണ്. 2 മരണത്തെക്കുറിച്ച് അധികമായി ചിന്തിക്കുന്ന ഒരു മനുഷ്യർ അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ അനുഗ്രഹം എന്തെന്നറിയുവോ? അവൻ എപ്പം തെറ്റ് ചെയ്താൽ, എന്ത് തെറ്റ് ചെയ്താൽ അവൻ അപ്പം തന്നെ തൗബ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മരണത്തെക്കുറിച്ചുള്ള അധികമായിട്ട് ചിന്ത കടന്നു വരുമ്പോ ഒരു തെറ്റ് ചെയ്താ പിന്നെ അവന് സമാധാനമില്ല, തൗബ ചെയ്യാതെ സമാധാനമില്ല. എന്റെ പ്രിയമുള്ളവരെ എപ്പോഴും അവൻ ഇങ്ങനെ ദിക്റുകൾ പറഞ്ഞുകൊണ്ട് നടക്കുകയാ, എപ്പോഴും അസ്തഗ്ഫിറുല്ലാഹ് പറയുകയാ, എപ്പോഴും അല്ലാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുകയാ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഒരുപാട് പാപം ചെയ്തവരാ പൊന്നുമോര്, നിനക്ക് ദുആ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും, ദുആ ചെയ്യാൻ സമയമില്ലെങ്കിലും മനസ്സറിഞ്ഞുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് എന്നെങ്കിലും പറയടേ. അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാ കിട്ടുന്ന പ്രതിഫലം അറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാ. അനസ് റളിയല്ലാഹു തആല പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകനും സഹാബത്തും ഒരു യാത്ര പോയി. അല്ലാഹുവിന്റെ റസൂൽ ഒരു സ്ഥലത്തെത്തിയപ്പോ പറഞ്ഞു, സഹാബാ എല്ലാവരും അസ്തഗ്ഫിറുല്ലാഹ് പറ സഹാബാ, എല്ലാവരും അസ്തഗ്ഫിറുല്ലാഹ് പറ സഹാബാ. സഹാബത്ത് അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ തുടങ്ങി, സഹാബത്ത് അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു കൊടുത്തു, സഹാബാ 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 70 പ്രാവശ്യം എല്ലാ ദിവസവും നീ പറയണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ഒരു ദിവസം 70 പ്രാവശ്യം പറയണം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ 70 എന്ന് എണ്ണം പറയാനുള്ള കാരണം എന്താ? 70 പ്രാവശ്യം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണം തന്നെ പറഞ്ഞു 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറയണം. അനസ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, നബി എന്തിനാ 70 എന്ന് എണ്ണം പറഞ്ഞേ?
70 എന്ന് എണ്ണം പറയാനുള്ള കാരണം എന്താ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു ദിവസം ആരെങ്കിലും ഒരു മനുഷ്യന് 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറഞ്ഞാൽ അവൻ അന്നത്തെ ദിവസം ചെയ്ത 700 പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. സ്വലാത്തിന്റെ മഹത്വം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കൂടെ മടിയുണ്ടാകും നിങ്ങളെങ്ങനെ ഇരുന്ന. ചിലപ്പോൾ ഇത് തന്നെ ഇടിഞ്ഞ് തലയെ വീണ് കളയും. അതുകൊണ്ട് നല്ലൊരു സദസ്സ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാ എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ അന്ന് രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ കിടന്നുറങ്ങുന്നത് വരെ ചെയ്ത 700 പാവങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. 700. അനസ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, നബിയേ, നമ്മളെ കുറിച്ച് ഓർത്തിട്ടായിരിക്കും, അനസ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ഇനി ഒരു മനുഷ്യന് 700 പാപങ്ങളെക്കാൾ കൂടുതൽ ചെയ്താലോ? 700 പാപങ്ങളെക്കാൾ കൂടുതൽ ഒരു മനുഷ്യൻ ചെയ്താലോ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഓന്റെ കാര്യം വിട്ടേക്ക്, അവന്റെ കാര്യത്തിൽ പിന്നെ ചർച്ചയില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഒരു ദിവസം 700 പാപത്തിൽ കൂടുതൽ ചെയ്യുന്നവനെ കുറിച്ച് പിന്നെ എന്താ പറയാ? അവൻ എന്തായിരിക്കും? എങ്ങനത്തെ മനുഷ്യന്മാരാ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ രാത്രി മുതൽ ഇൻഷാ അല്ലാഹ് തുടങ്ങിക്കോ. ഇനി മരിക്കുവോളം ഓർമ്മയുള്ള കാലത്തോളം 70 പ്രാവശ്യം ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും അസ്തഗ്ഫിറുല്ലാഹ് പറയണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പറഞ്ഞൂടെ? നിയ്യത്ത് ചെയ്യുന്നവർ കൈവെക്കു, പ്രതിഫലം പറയാം. 70 പ്രാവശ്യം ഒരു ദിവസം ചെയ്ത 700 പാപം അല്ലാഹു പൊറുക്കും. 2 ഇന്നത്തെ ദിവസം മുതൽ ഉസ്താദേ മരിക്കുമ്പോഴും ഓർമ്മയുള്ള കാലത്തോളം പെങ്ങളെ നല്ലതുപോലെ കേൾക്കണേ. പെങ്ങള് എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുകയാ, അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞ അല്ലാഹു തരുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബാ, നിന്നെ കൊണ്ട് താങ്ങാൻ കഴിയാത്ത വേദന അല്ലാഹു നിനക്ക് തരില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. താങ്ങാൻ കഴിയാത്ത വേദനയുണ്ടല്ലോ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, സ്വന്തം മക്കളുടെ മയ്യത്ത് കുളിപ്പിക്കാൻ ധൈര്യമുള്ള ഉപ്പമാരിപ്പുണ്ടോ? പടച്ചവനെ, കൈവിറക്കാതെ കണ്ണു നിറയാതെ സ്വന്തം രക്തത്തിൽ പിറന്ന മക്കളുടെ മയ്യത്ത് കുളിപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമോ? എന്റെ പ്രിയമുള്ള പെങ്ങളെ, സ്വന്തം മക്കളുടെ മയ്യത്ത് കാണാനുള്ള ധൈര്യമുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, താങ്ങാൻ കഴിയാത്ത വേദനകളുണ്ടല്ലോ. മാരക രോഗം പിടിച്ചിട്ട്, ക്യാൻസർ പിടിച്ചിട്ട് അല്ലാഹുവേ കിടന്ന് കരയുന്നവരുണ്ടല്ലോ. മാരക രോഗങ്ങൾ പിടിച്ചിട്ട് പൊട്ടിക്കരയുന്നവരുണ്ടല്ലോ. അല്ലാഹുവേ, റസൂലുള്ളാഹി പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന, ഒരു ദിവസം ഏതെങ്കിലും ഒരു മനുഷ്യന് 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറഞ്ഞ അല്ലാഹു അവന് കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം, അവനെ കൊണ്ട് താങ്ങാൻ കഴിയാത്ത വേദന അല്ലാഹു കൊടുക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹു നിന്റെ ജീവിതത്തിൽ നിന്നെ ഒറ്റപ്പെടുത്തൂല. ആരും സഹായിക്കാനില്ലാത്തൊരവസ്ഥയുണ്ടല്ലോ. പടച്ചവനെ, ഒറ്റപ്പെട്ടു പോവുകയാ. വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, കൂടപ്പിറപ്പുണ്ട്, കൂട്ടുകാരുണ്ട്, കുടുംബക്കാരുണ്ട്. പക്ഷേ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവരുണ്ടല്ലോ. എല്ലാവരും ഉണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്. എങ്കിലില്ലാത്തവനെ പോലെയാ. എന്റെ പ്രിയമുള്ളവരെ, അസ്തഗ്ഫിറുല്ലാഹ് പറയുന്നവര് മനുഷ്യർ അല്ലാഹു തരുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബാ, അവൻ അല്ലാഹു ജീവിതത്തിൽ ഒറ്റപ്പെടുത്തൂല. നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹു നിന്റെ റിസ്കിൽ വിശാലത ചെയ്യും. നിന്റെ ഭക്ഷണത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിന്റെ മക്കൾ പട്ടിണിയായി പോകുമെന്ന് നീ പേടിക്കണ്ട. മറ്റൊരുത്തന്റെ മുന്നിൽ കൈനീട്ടേണ്ട ഗതി നിനക്ക് വരൂല എന്ന് നബി മുഹമ്മദ് മുസ്തഫ